ഹേയ് ഹലോ 95 ആർ ചലഞ്ച് 4ാമത്തെ ദിവസമാണ് ഗൈസ്. ഓക്കെ, ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുകയല്ലേ. ഓക്കെ, ഇന്നൊരു ലോങ് വീഡിയോ ആണ്. 75 ആർ ചലഞ്ച് 4ാമത്തെ ദിവസം ഒരു ലോങ് വീഡിയോ. കുറേ കാര്യങ്ങൾ ഗൈസ് ഇന്ന് പറയാനുണ്ട്. കാരണം നമുക്ക് ഷോർട്സ് വീഡിയോയിൽ കറക്റ്റ് പറയാൻ കഴിയില്ല. ആകെ ഒരു മിനിറ്റ് വീഡിയോ ഉള്ളൂ, എന്തൊക്കെ പറഞ്ഞു കൂട്ടണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇന്നാണ് പറയാൻ പോകുന്നത്. എന്തായിരിക്കും 75 ആർ ചലഞ്ച്, എന്തൊക്കെയാണ് അതിൽ ചെയ്യാൻ ഒക്കെ ഞാൻ പത്രം ഇട്ട് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം സമയമില്ല, ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇപ്പം ഞാൻ പത്രം ഇട്ട് കഴിഞ്ഞിട്ടാണ്. ഒരു ഗ്ലാസ് വെള്ളം, പഴം ഗൈസ്. അങ്ങനെ പത്രം ഇട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേ പരിപാടി. നമുക്ക് ചായ കൊടുക്കണം. ചായ പൂരിയാണ്, ഞാൻ കാണിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. 75 ആർ ചലഞ്ച് എന്താണ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, അതൊക്കെ പഠിക്കണം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചായയൊക്കെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഗൈസ് 75 ആർ ചലഞ്ച് 4ാമത്തെ ദിവസം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ചുമ്മാ 75 ആർ ചലഞ്ച് തുടങ്ങാൻ പറ്റത്തില്ല. കുറേ കണ്ടീഷൻസ് ഉണ്ട്. തുടങ്ങിയതിലേക്ക് 3 ദിവസമായി. ഇന്ന് 4ാമത്തെ ദിവസം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെ ഞാൻ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 75 ആർ ചലഞ്ച് ഞാൻ എന്തൊക്കെ ഉൾപ്പെടുത്തി, ഞാൻ എന്തൊക്കെയാണ് ഒഴിവാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പക്ഷേ ഒരു ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിച്ചു തരാം. ഓക്കെ, എഴുതി കാണിച്ചു തരാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് 7 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഓക്കെ, 7 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. ഓക്കെ, 7 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. 7 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. ചിലത് ഭയങ്കര ടഫാണ്, ചിലത് നമുക്ക് മര്യാദയ്ക്ക് കുടിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ കുടിക്കുകയാണെങ്കിൽ ഗൈസ്, രാവിലെയൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമാതിരി മസ്ത് തല, ഒരുമാതിരി മസ്ത് മകല്ല മസ്ത് ആ ഒരു അവസ്ഥയാണ്. തലക്ക് ഭയങ്കര മസ്ത് പിടിക്കുക. പക്ഷേ 7 ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി ആയിട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ആണ്, ചിലമത്തൊക്കെ പണി കിട്ടും കേട്ടോ. പക്ഷെ അത് വെച്ചുള്ള പാനി ഇറക്കി ബക്കറ്റ് ഇറക്കി ഒന്നും വെള്ളം കുടിക്കാൻ നിൽക്കണ്ട. ഒരു ലിമിറ്റിന് വെള്ളം കുടിക്കുക. അത് വെള്ളം കുടിച്ചാൽ എന്തോ ഒരു കുറവ്, എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അടുത്ത് എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് വർക്കൗട്ടാണ്. വർക്കൗട്ട് ഒരു 2 മണിക്കൂർ വർക്കൗട്ട് കേട്ടോ. 2 മണിക്കൂർ വർക്കൗട്ട്. പക്ഷേ ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് വർക്കൗട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ ഉണ്ടാവും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വർക്കൗട്ട് ഏകദേശം 1 മണിക്കൂർ ഉണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. എന്നാൽ 2 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കയറി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ള വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബോഡി ഇഞ്ചുറീസ് ഉണ്ടാവും. അത് ഭയങ്കര വിഷയമായിരിക്കും ഗൈസ്. ബോഡി ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് വർക്കൗട്ട് ചെയ്യാനൊന്നും കഴിയത്തില്ല. പിന്നെ കിടപ്പിലായി പോകും. പരീക്ഷയാണ് ഗൈസ് നാളൊക്കെ. പഠിക്കുന്ന സ്റ്റഡി വ്ളോഗ് ഉണ്ട് കേട്ടോ. സ്റ്റഡി വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഞാൻ പഠിക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരിക. 75 ആഴ്ച പ്ലസ് സ്റ്റഡി വ്ളോഗും കൂടിയാണ്. നിങ്ങൾ കറക്റ്റ് സപ്പോർട്ട് വേണം. ഓക്കെ, പിന്നെ ഗൈസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 75 ആർ ചലഞ്ച് ഉള്ളത് പറഞ്ഞാൽ 5 മണിക്ക് എണീക്കലാണ്. 5 മണിക്ക് എണീക്കുക. 5 മണിക്ക് വേക്കപ്പ്. 5 മണിക്ക് നമ്മൾ എണീച്ചിരിക്കണം. 5 മണിക്ക് എണീക്കാൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ടാസ്കി പരമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എണീക്കൽ 6:30 ആണ്. പക്ഷേ നമ്മൾ ഇതുവരെ 3 ദിവസം 75 ആർ ചലഞ്ച് ചെയ്ത് 4ാമത്തെ ദിവസമാണ്. 3 ദിവസം ഷോർട്സായിട്ട് ചെയ്ത്, ഇന്ന് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇനി നാളെ 75 ആർ ചലഞ്ച് ഷോർട്സിൽ 5ാമത്തേതായിരിക്കും വരിക. ഒരാഴ്ച 2 ലോങ് വീഡിയോയും ബാക്കി 5 ഷോർട്സും ആയിരിക്കും വരിക. ഓക്കെ, 3 ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. 75 ആർ ചലഞ്ച് 3 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് പോയി നിങ്ങൾ ആദ്യം കണ്ടിരിക്കണം. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് ഇപ്പം തന്നെ കണ്ടവരൊക്കെ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ എണീക്കുക. പിന്നെ ബുക്ക് വായിക്കുക കേട്ടോ. ഓക്കെ, ബുക്ക് വായിക്കലാണ്. ബുക്ക് റീഡിങ്
ബുക്ക് എൻ്റെ കയ്യിലില്ല, വല്ല കഥാബുക്കോ വല്ല ഉട്ടാപ്പിൻ്റെ മായാവിൻ്റെ കഥയൊക്കെയാണ് നമുക്ക് വായിക്കുക. പക്ഷെ അതല്ല വായിക്കേണ്ടി, നമുക്ക് ഒരു ജീവിതത്തിൽ ലൈഫുള്ളായി ഹാക്സോ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം കിട്ടുന്ന ഒരു ഇതാണ് നമ്മൾ വായിക്കണം. കഥ ബുക്ക് വായിച്ച പോരാ. ഞാൻ 2 ദിവസമായി കുറച്ച് ബുക്ക് വായിച്ചിട്ട് ഇനി നമുക്കൊരു ബുക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് വായിക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഈ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് അടുത്ത ആൽച്ചൻസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് വായിക്കുക. ബുക്ക് വായിച്ച് പിന്നെ എന്താടാ ബുക്ക് വായിക്കുക ഗൈസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക എന്നാണ്. നമ്മൾ 45 മിനിറ്റ് നമ്മൾ നടക്കുക. ഓക്കെ, നടക്കുക. അത് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല, കാരണം നടക്കൽ എനിക്ക് വലിയൊരു ഇത് തോന്നുന്നില്ല, അത് വർക്കൗട്ട് പെടുമല്ലോ. പിന്നെ അടുത്തതാണ് ഈ സ്കില്ല്. ഓക്കെ, എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എന്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക? സ്കില്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു യൂട്യൂബർ ആവണമെന്നായിട്ടുള്ള കാര്യം പറയാം എനിക്കൊരു ആഗ്രഹം വരുന്നത്. അപ്പോൾ യൂട്യൂബ് വീഡിയോ തന്നെ വേറെ സ്കില്ല് ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ നിങ്ങൾ സ്കില്ല് എന്തെങ്കിലും പഠിക്കുക. ഓക്കെ 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 പഠിക്കുക. ഞാൻ ഇംഗ്ലീഷ് കറക്റ്റ് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആക്കാൻ ഡുവോലിംഗോ പഠിക്കുന്നുണ്ട്, അതൊരു നല്ല സ്കില്ലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയല്ലേ 75 ഹാർട്സ്. ഷുഗർ. ഓക്കെ, ഷുഗർ നല്ലത്. ഷുഗർ കട്ട്. ഓക്കെ, ഷുഗർ കട്ടാണ്, അത് കറക്റ്റായി. ഷുഗറും എണ്ണയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 75 ആഴ്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷപ്പ്, ചിന്നപ്പ്, പുള്ളപ്പ്, ഈ 3 കാര്യം എനിക്ക് ചെയ്യാനറിയാം. ഇതിൽ പുഷപ്പ് എനിക്ക് അത്യാവശ്യം അറിയാം, ചിന്നപ്പ് പറയാം, പക്ഷെ പുള്ളപ്പ് അറിയത്തില്ല. കാര്യം പറയാലോ, അത്യാവശ്യമുള്ള കഷ്ടപ്പാടാണ്. പുള്ളപ്പ് നമ്മൾ 75 ഹാർഡ് ചലഞ്ച് കഴിയും മുമ്പേ പുള്ളപ്പ് ഞാൻ കറക്റ്റ് പഠിച്ചൊരു 30 എണ്ണം കറക്റ്റ് ഫ്ലോപ്പായി എടുത്തിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. ഓക്കെ, 30 പുള്ളപ്പ് ഞാൻ എടുത്തിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ 75 ഹാർഡ് ചലഞ്ച് റൂൾസ് റെഗുലേഷൻസ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ്ട് വെള്ളം കുടിക്കണം, ഓരോ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. 2ാമത്തെ ഗ്ലാസ് വെള്ളം കേട്ടോ, കണ്ടില്ലേ? ഒരു പഴം കണ്ടില്ലേ? പയം എനർജിയാണ്. ഓക്കെ, പയം എനർജിയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല എനർജി ഉണ്ടാവും. പയം 2ാമത്തെ ഗ്ലാസ് പോകുന്നു. 2ാമത്തെ ഗ്ലാസ് ചെയ്യുന്നത് 2 പോയി 5. ഇനി 5 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് കുടിക്കണം. ടാസ്ക്കാണ് അത്. ഓരോരോ സമയത്താണ് കുടിക്കുക നമ്മൾ, ഓരോ ഘട്ടമായിട്ട്. ഇപ്പോൾ സമയം കണ്ടില്ല, ഒരു സമയത്തായി 10:15. അപ്പം ഞാൻ ഓരോ സമയത്താണ് എന്ത് ഓക്കെ ഞാൻ ഓരോ സമയത്തും ഇങ്ങനെ ഘട്ടമായിട്ടാണ് കുടിക്കുക. ഇനി ഇത് ഞാൻ കുടിക്കട്ടെ ഗൈസ്. നമ്മൾ ഈ 75 ഹാർഡ് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചെയ്യാൻ പറ്റില്ല, ഫുൾ പ്രൊഡക്റ്റീവായിരിക്കണം. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊന്ന് കാര്യമില്ല ഗൈസ്. പ്രൊഡക്റ്റീവായിട്ടാണ് നമ്മൾ 75 ഹാർഡ് ചലഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിൽക്കുന്ന സമയം അത് യുണീക്കായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ വെറുതെ നിൽക്കുന്ന കാര്യം ഞാൻ പ്രൊഡക്റ്റീവായി എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിക്കണം. എന്ത് ചെയ്യും നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ ഈ നമുക്കിനി പഠിക്കണം. അപ്പോൾ പഠിക്കണ ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇപ്പോൾ ലൈക്ക് അടിക്കണം മച്ചന്മാരെ. ഗൈസ് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഏകദേശം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 മണി ആയിട്ടുണ്ട്. 75 ഹാർഡ് ചലഞ്ച് 4ാമത്തെ ദിവസമാണ് ഗൈസ്. കണ്ടല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത്യാവശ്യത്തിന് ഏറെ നല്ല മഴയുണ്ട്. ഞാൻ മുകളിലോട്ട് പോയി കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടല്ലേ? നല്ല മഴയാണ്. ഓക്കെ, ഗൈസ് ഇത് മുകളിലാട്ടോ. അപ്പോൾ നമ്മളുള്ളത് പറഞ്ഞാൽ കറക്റ്റ് ഒരു മുകളിലാണ് ഗൈസ്. നമ്മൾ ഇവിടെ നിന്നാണ് വർക്കൗട്ട് ചെയ്യൽ ഇവിടെ നിന്നാണ്. കണ്ടില്ലേ? സ്ഥലത്ത് ഫോക്കസ് ആവില്ലല്ലോ. കാക്ക തന്നെ കാക്ക. ഗൈസ് നമ്മൾ വർക്കൗട്ട് ചെയ്യൽ ഇവിടെ നിന്നാണ്. ഏതായാലും ഇപ്പം ലൈക്ക് അടിക്കുക, ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടി പറഞ്ഞാൽ നേരെ പോയി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഗൈസ് കുറച്ച് ബുക്ക് വായിക്കാനുണ്ട് ഗൈസ്. ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കണം. ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് തിന്നണം. പിന്നെ ഒരു കുറച്ച് നേരം ബ്രേക്കാണ്. ആ ബ്രേക്ക് സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രോ. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്.